സംസ്ഥാന സർക്കാരിന്റെ അവസാന ബജറ്റിൽ പൊന്നാനിക്ക് പദ്ധതികളേറെയും ഉൾപ്പെട്ടത് പൊതു പദ്ധതികളിൽ. സംസ്ഥാന സർക്കാരിന്റെ അവസാന ബജറ്റിൽ പൊന്നാനിക്ക് പദ്ധതികളേറെയുണ്ടെങ്കിലും മണ്ഡലത്തിന് മാത്രം അനുവദിച്ച പദ്ധതികൾ നാമമാത്രം. പൊതുവികസന പദ്ധതികളിലാണ് പൊന്നാനി ഏറെയും ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ പേരിൽ ചരിത്ര ഗവേഷണ സെന്റർ പൊന്നാനിയിൽ സ്ഥാപിക്കുന്നതിന് 3 കോടി രൂപയും പൊന്നാനി ICSR ക്രിയേറ്റീവ് ഹബ് സ്ഥാപിക്കുന്നതിന് 2 കോടി രൂപയുമാണ് അനുവദിച്ചത്. മറ്റു പശ്ചാത്തല വികസനങ്ങൾക്കും കെട്ടിട നിർമ്മാണങ്ങൾക്കും മാത്രമാണ് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളത്. വെളിയങ്കോട് പഞ്ചായത്ത് താഴത്തേപ്പടി മുതൽ പെരുമുടിശ്ശേരി വരെ റോഡ് നവീകരണത്തിന് 3 കോടിയും തൃശൂർ കുറ്റിപ്പുറം റോഡ് ചെയ്യാനൂർ പാടം മുതൽ ഓഡിറ്റോറിയം വരെ നന്നമുക്ക് പഞ്ചായത്ത് റോഡ് വികസനത്തിന് 18 കോടിയും പൊന്നാനി നഗരസഭയിൽ കടവനാട് കായൽ പൂക്കൈതക്കടവ് അരികുകെട്ടി സംരക്ഷണം 2.5 കോടി രൂപയും ആലങ്കോട് ചെയ്യാനൂർ GLPS കെട്ടിട നിർമ്മാണത്തിന് 1 കോടിയും പൊന്നാനി ചെറുവായിക്കര GUPS കെട്ടിട നിർമ്മാണത്തിന് 2 കോടിയും പൊന്നാനി പെരിഞ്ചിരി പാടം മുതൽ ചാണത്തോട് വരെ ആഴം കൂട്ടി ഭിത്തികെട്ടി സംരക്ഷണത്തിന് 2 കോടിയും പൊന്നാനി KSRTC പശ്ചാത്തല സൗകര്യ വികസനത്തിന് 1 കോടിയും പൊന്നാനി പോലീസ് സ്റ്റേഷൻ നവീകരണത്തിന് 1 കോടിയും പൊന്നാനി നിളയോരപാത സൗന്ദര്യവൽക്കരണത്തിന് 4 കോടിയും പൊന്നാനി ഹൈഡ്രോഗ്രാഫിക് സബ് സെന്ററിന് പുതിയ കെട്ടിട നിർമ്മാണത്തിന് 1 കോടിയും പൊന്നാനി പഴയ ദേശീയപാതയിൽ നിന്നാരംഭിച്ച് പൊന്നാനി ബീച്ചിൽ അവസാനിക്കുന്ന റോഡ് നവീകരണത്തിന് 1 കോടിയും വെളിയങ്കോട് GLPSൽ പുതിയ കെട്ടിട നിർമ്മാണത്തിന് 1.5 കോടിയും പുത്തൻപള്ളി മുതൽ ചെറവല്ലൂർ വരെ ബണ്ട് റോഡ് നിർമ്മാണത്തിന് 1 കോടിയും വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജ് പൂക്കൈത റോഡ് നിർമ്മാണത്തിന് 1 കോടിയും ചങ്ങരംകുളം മുതൽ താടിപ്പടി വരെ റോഡ് നിർമ്മാണത്തിന് 1.5 കോടി മാറഞ്ചേരി ഹൈസ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് 2 കോടി ആലങ്കോട് മൃഗാശുപത്രി കെട്ടിട നിർമ്മാണത്തിന് 1 കോടി എന്നിവയാണ് ബജറ്റിൽ ഉൾപ്പെട്ട പദ്ധതികൾ. കൂടാതെ സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്ന പദ്ധതികളിൽ പൊന്നാനിയിലെ കുമ്പാര കോളനി അടക്കമുള്ളവരുടെ വികസനത്തിനുള്ള 1 കോടി രൂപയിലും ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കീഴിൽ പൊന്നാനി അടക്കമുള്ള തീരദേശ മേഖല സംരക്ഷണത്തിനുള്ള 183.98 കോടി രൂപയുടെ പദ്ധതിയിലും ജലസേചന വകുപ്പിന്റെ കീഴിൽ തീരദേശ സംരക്ഷണത്തിന് 181.57 കോടി രൂപയുടെ പദ്ധതിയിലും ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അറ്റകുറ്റപ്പണികൾക്കും അനുബന്ധ കനാൽ വികസനത്തിനും അനുവദിച്ച 2.5 കോടി രൂപയുടെ പദ്ധതിയിലും തുറമുഖങ്ങളിലെ ലൈറ്റ് ഹൗസുകളുടെ വികസനത്തിന് 98 കോടിയുടെ പദ്ധതിയിലും നോൺ മേജർ തുറമുഖങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അനുവദിച്ച 65 കോടിയുടെ പദ്ധതിയിലും ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ കീഴിൽ കനോലി കനാൽ അടക്കമുള്ള കനാൽ വികസനത്തിന് ലഭിച്ച 70.80 കോടി രൂപയുടെ പദ്ധതിയിലും പൈതൃക സാംസ്കാരിക ടൂറിസ വികസനത്തിന് ചെലവഴിക്കുന്ന 413.52 കോടി രൂപയുടെ പദ്ധതിയിലും 14 കോടി ചെലവിലുള്ള മുസ്ലിസ് ഹെറിറ്റേജ് സ്പൈസ് റൂട്ട് റിവർ ക്രൂയിസ് ഹെറിറ്റേജ് പദ്ധതിയിലും ITIകളുടെ ആധുനിക വൽക്കരണത്തിന് വകയിരുത്തിയ 44.60 കോടി പദ്ധതിയിലും നായാടി ഉന്നതി അടക്കമുള്ളവരുടെ ഉന്നമനത്തിനു 52 കോടി രൂപയുടെ പദ്ധതിയിലും പൊന്നാനി ഇടം പിടിച്ചു. പൊന്നാനി താലൂക്ക് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുമെന്നും ബജറ്റ് നിർദ്ദേശത്തിലുണ്ട്. ബജറ്റിൽ ലഭിച്ചതിനു പുറമെ 7 കോടി രൂപയ്ക്കുള്ള പ്രവൃത്തികൾ കൂടി മണ്ഡലത്തിൽ ലഭിക്കും. സ്വർണ്ണ ശില്പികളൊന്നായി ചേർന്നൊരു സ്വർണ്ണ വസന്തം KMJ. സ്വർണ്ണാഭരണ രംഗത്ത് പത്തരമാറ്റിന്റെ തിളക്കവുമായി KMJ ഗോൾഡൻ ഡയമണ്ട്സ് രണ്ടാമത്തെ പുതിയ വലിയ ഷോറൂം എടപ്പാളിൽ നിങ്ങൾക്കായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മംഗല്യ സ്വപ്നങ്ങളെ മംഗളകരമാക്കുന്ന വിവാഹ ആഭരണങ്ങൾ, ട്രഡീഷണൽ ആന്റിക് ആഭരണ വൈവിധ്യങ്ങൾ, നവീന മോഡലുകളിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, സിംഗപ്പൂർ, കൊൽക്കത്ത, കുവൈത്ത് ഡിസൈൻസ്, ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങൾ. KMJ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 9567512916. KMJ ഗോൾഡൻ ഡയമണ്ട്സ്, പൂത്തോൾ റോഡ്, തൃശൂർ. ഫോൺ 7777023030.